ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സിനിമയുണ്ടല്ലോ, ഇത് പറയാനായിട്ട് കുറെ നാളായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എങ്ങനെ ഞാൻ ഇത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എത്രയോ കഥാപാത്രങ്ങൾ, ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്ന കഥകൾ, എങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി എന്നുള്ളൊരു ഫാന്റസി ആയിട്ടുള്ള ഒരു സ്റ്റോറി. അതുപോലെ നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും കിങ്സ് മാൻ എന്നൊരു വളരെ രഹസ്യമായിട്ടുള്ള സംഘടന. എങ്ങനെ ആ ഒരു സംഘടന രൂപപ്പെട്ടു, ആരാണ് അതിന്റെ പിന്നിൽ, ലോക മഹായുദ്ധങ്ങൾ ഇതുണ്ടാക്കാൻ പോകുന്നത് ആരാണ്, ആരുടെ പദ്ധതിയാണത്. ഒരുപാട് രാജാക്കന്മാരും ഒരുപാട് നേതാക്കന്മാരും ചരിത്രത്തിലുള്ള ഒരുപാട് ആൾക്കാരെയൊക്കെ ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാത്തിന്റെയും ഒരു എന്താ പറയാ സാങ്കല്പികമായിട്ടുള്ളൊരു വേഷം. ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കഥ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം നല്ലൊരു കിഡിലൻ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് എന്നെ കഥ കേട്ടു തുടങ്ങിക്കോളും. വർഷം 1902. അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും ഏകദേശം ഒരു 123 വർഷങ്ങൾക്ക് മുന്നേ സൗത്ത് ആഫ്രിക്കയില് ഒരു വലിയ മൈതാനത്തിലൂടെ ഷോല എന്ന കുതിരക്കാരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓണർ ആയിട്ടുള്ള ഓർലാൻഡോ, അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ട്. ഇവര് നേരെ പോകുന്നത് ഒരു ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പിലേക്കാണ്. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ജനറൽ കിച്ചനർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് ചെന്നത്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാളാണ് ഈ കിച്ചനർ ഒരു പട്ടാളക്കാരനാണെങ്കിലും അദ്ദേഹത്തെക്കാൾ മികച്ചൊരു പട്ടാളക്കാരനായിരുന്നു ഓർലാൻഡോ. എന്നാൽ യുദ്ധവും കൊലയും കൊലപാതകവും ഇതെല്ലാം നിർത്തി നമ്മുടെ ഓർലാൻഡോ നല്ല രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം റെഡ് ക്രോസിൽ വർക്ക് ചെയ്യാണ്. അതായത് യുദ്ധത്തിൽ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ടിനും സഹായത്തിനായിട്ട്. അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കോർനാഡ് വളരുന്നത് കേട്ടോ. അച്ഛനെ പോലെ ഒരു ധീരനാവണമെന്നാണ് അവന്റെ വലിയൊരു ആഗ്രഹം. അച്ഛനെ കുറിച്ചുള്ള ധീര കഥകളൊക്കെ അവന്റെ അമ്മ എമിലി അവൻ ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നീട് എമിലിയും ആ ഒരു ക്യാമ്പിലേക്ക് കിച്ചനെ കാണാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് ആ സമയത്ത് അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട്. 2-3 പട്ടാളക്കാർ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. മാത്രമല്ല ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയ ഓർലാൻഡോയുടെ വൈഫ് ഉണ്ടല്ലോ എമിലി, അവർക്കും വെടിയേൽക്കാണ് കേട്ടോ. കുതിരവണ്ടിയിൽ നോക്കുകയാണെങ്കിൽ കുതിരക്കാരനായിട്ടുള്ള ഷോല മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഷോല അവിടുന്ന് ഓടുന്നുണ്ട്. ആ വണ്ടിയിൽ ഇപ്പോ നമ്മുടെ കോർനാഡ് ഒറ്റയ്ക്കാണ്. എന്തായാലും ക്യാമ്പിലുണ്ടായിരുന്ന ബാക്കിയുള്ള പട്ടാളക്കാര് വെടിവെച്ച ആളെ തിരിച്ച് വെടിവെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആളെ കിട്ടുന്നില്ല. ഇതേ സമയത്ത് തന്നെ വെടിയേറ്റ് കിടക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് കോർനാഡ് വന്നിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ എമിലി പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു കാരണവശാലും നമ്മുടെ മകൻ കോർനാഡ് യുദ്ധമുഖത്തേക്ക് വിടാൻ പാടില്ല, അവൻ അതിൽ പങ്കെടുക്കാൻ പാടില്ല, അവനെ നോക്കിക്കോണേ എന്നാണ്. ഇതേ നേരം തന്നെ കുന്നിന്റെ അരികിൽ മറഞ്ഞിരുന്ന് വെടിവെക്കുന്ന ആ കൊലയാളി, അയാളുടെ പിന്നിലൂടെ വന്ന ഷോലയുണ്ടല്ലോ, ഒരു കത്തിയുമായിട്ട് ഇയാളുടെ പുറത്തേക്ക് ചാടി വീഴാണ്. ഷോലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, ഭയങ്കര വേഗതയുള്ള ഒരു മനുഷ്യനാണ്. എന്തായാലും മരിച്ചു കിടക്കുന്ന എമിലിയുടെ അടുത്തേക്ക് ഇപ്പൊ മകനായിട്ടുള്ള കോർനാഡ് ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരുടെ ആ ഒരു മുഖം സ്വന്തം കോട്ട് വെച്ച് ഓർനാഡോ മറച്ചു വെക്കുകയാണ്. ഒരു മകൻ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലല്ലോ അത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന ഈ കാര്യത്തോട് കൂടിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. അതായത് 1914 ഓർലാൻഡോ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്തുള്ള ഒരു ഫാമിലിയാണ്. ഓക്സ്ഫോർഡ് എന്നാണ് ആ ഒരു ഫാമിലിയുടെ പേര് തന്നെ. മാത്രമല്ല നമ്മുടെ കോർനാഡ് വളർന്ന് വലുതായിരിക്കുകയാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന്റെ അച്ഛന്റെ വലങ്കൈ ആയിട്ടുള്ള ഷോല നല്ലൊരു ഉഗ്രൻ ഫൈറ്ററാണ്. ഷോലയുമായിട്ട് നമ്മുടെ കോർനാഡ് നല്ല കമ്പനിയാണ് കേട്ടോ. അവന് ആവശ്യമായിട്ടുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഷോല തന്നെയാണ്. അതുപോലെ തന്നെ ആ വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള പോളി, അവൾ വെറുമൊരു ജോലിക്കാരിയല്ല, അതെന്താണെന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛനായിട്ടുള്ള ഓർലാൻഡോ, മകനായിട്ടുള്ള കോർനാഡ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട കേട്ടോ. ഓർലാൻഡോ ഡ്യൂക്ക് എന്നാണ് മുഴുവൻ പേര്. തൽക്കാലം നമുക്ക് ഡ്യൂക്ക് എന്ന് വിളിക്കാം. അങ്ങനെ ഡ്യൂക്ക് ഇപ്പോ കോർനാഡുമായിട്ട് കിങ്സ് മാൻ എന്ന പേരുള്ള ഒരു തയ്യൽ ഷോപ്പിലേക്ക് പോവാണ്. അവൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു കോട്ടും കാര്യങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കാനായിട്ട്. ആ സമയത്ത് അവന്റെ അച്ഛൻ, അതായത് ഡ്യൂക്ക്, കോർനാഡിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ ഒരിക്കലും യുദ്ധമുഖത്തിലേക്ക് പോവാൻ നിൽക്കരുത്, ഒരു പട്ടാളക്കാരനാവണ്ട, അതൊരിക്കലും ഒരു സന്തോഷം നിന്റെ മനസ്സിന് തരാൻ പോകുന്നില്ല. മകനോട് അച്ഛൻ നല്ല രീതിയിൽ തന്നെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇപ്പോ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ജനറൽ കിച്ചനറും അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള മോർട്ടനും വരുന്നത്. പിന്നീട് ജനറൽ കിച്ചനർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും സംസാരിച്ചിരിക്കുക, ഞങ്ങൾ പോയിട്ട് രഹസ്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് അവരുള്ളിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ മോർട്ടൻ നമ്മുടെ ഓർനാഡിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് നിന്റെ ഭാവി പരിപാടി? ചെറുപ്പക്കാരനായിട്ടുള്ള ഓർനാഡ് പറയണ, ഒരു പട്ടാളക്കാരനാവണം, പിന്നെ ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്റെ സൈഡിൽ നിന്നുണ്ടാവും. ഇതേ നേരം കിച്ചനറും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂക്കും സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, കിച്ചനർ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന് തന്നെ ഭീഷണിയാകാൻ പോകുന്ന വലിയൊരു യുദ്ധം അതുണ്ടാക്കാൻ ഒരുങ്ങുന്ന ഷെപ്പേർഡ് എന്ന പേരുള്ള ഒരാൾ, അയാൾ ഇപ്പൊ കൊല്ലാൻ പോകുന്നത് ഓസ്ട്രിയൻ പ്രിൻസ് ആയിട്ടുള്ള ഫെർഡിനാൻഡിനെയാണ്. സോ നമ്മൾ അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തേ മതിയാവുള്ളൂ. ഇതിനുശേഷം കാണിക്കുന്നത് ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് വലിയൊരു മല, കുത്തനെ നിൽക്കുന്ന ഒരു മല. ആ മലയുടെ മുകളിലേക്ക് കയറി വരുന്ന ഒരു പുരോഹിതൻ. ആ പുരോഹിതന്റെ പേരാണ് ഗ്രിഗറി റാസ്പുട്ടിൻ. ഈ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. റഷ്യൻ രാജവംശത്തെ തന്നെ ഇല്ലാതാക്കിയ ഒരു കള്ള പുരോഹിതൻ. ഈ കള്ള പുരോഹിതൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഷെപ്പേർഡിന്റെ സ്ഥലത്തേക്കാണ്. ആ ഇരുട്ട് റൂമിലായിട്ട് പല രാജ്യങ്ങളുടെയും അധികാര കേന്ദ്രത്തിലിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഷെപ്പേർഡിന് വേണ്ടിയിട്ടാണ് ഇവര് ജോലി ചെയ്യുന്നത്. അതിൽ റഷ്യയുടെ ആളുണ്ട്, അതായത് ഈ റാസ്പുട്ടിൻ ഫാദർ. പിന്നെ ഇംഗ്ലണ്ടിന്റെ, ബ്രിട്ടീഷിന്റെ, അമേരിക്കയുടെ, അങ്ങനെ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ആ ഒരു ടേബിളുണ്ട്.
എല്ലാവർക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഈ ഷെപ്പേർഡാണ്. ഇയാളുടെ മുഖം കാണിക്കുന്നില്ല. ഈ ഷെപ്പേർഡിന്റെ ആളായി കഴിഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള ഒരു മോതിരം അവർക്ക് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. എങ്ങാനും ഇവർ ചെയ്യാൻ പോകുന്ന മിഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട് അതിനുള്ളിൽ ഒരു സയനൈഡിന്റെ പീസ് ഉണ്ട്. അത് അവർ കഴിച്ച് ആത്മഹത്യ ചെയ്തോണം. എന്തായാലും ആ കൂട്ടത്തിലെ ഒരാൾക്ക് ഇപ്പോൾ ജോലി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ഓസ്ട്രിയൻ പ്രിൻസ് ഫെർഡിനാൻഡ്. അദ്ദേഹത്തെ കൊന്നുകളയാം. എന്തായാലും ആ മിഷൻ കിട്ടിയ ഷെപ്പേർഡിന്റെ ആള് വേഗം തന്നെ പോയി ഒരു ബോംബ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ദിവസത്തിന് വേണ്ടി ഷെപ്പേർഡിന്റെ ഈ ആള് കാത്തിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പബ്ലിക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രിൻസ് ഫെർഡിനാൻഡ് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഡ്യൂക്കും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കോർനാഡും ഉണ്ട്. ഇപ്പൊ ആൾക്കൂട്ടത്തിൽ നിന്നും ഈ ഒരു പ്രിൻസിന് നേരെ ബോംബ് എറിഞ്ഞപ്പോ കോർനാഡ് അവന്റെ കുട വെച്ച് ആ ഒരു ബോംബിനെ തട്ടി തെറിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിൻസ് മരണപ്പെട്ടില്ല കേട്ടോ. അതിവേഗത്തിൽ അവിടുന്ന് അവർ രക്ഷപ്പെട്ടു പോവാണ്. പ്രിൻസ് ഫെർഡിനാൻഡ് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂക്കിനെ മകൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നതിൽ എന്തോ ഒരു മടി പോലെ. എങ്ങാനും ആ ഒരു ബോംബ് ആ വണ്ടിയിൽ വീണ് പൊട്ടിയിരുന്നെങ്കിലോ മകൻ മരിച്ചുപോയില്ലായിരുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള മിഷൻസിന് നീ ഇനി വരണ്ടാന്ന് പറയുന്നത്. എന്നാൽ കോർനാഡിനും ഇതുപോലുള്ള കാര്യത്തിന് ഭയങ്കര താല്പര്യമാണ്. ഓസ്ട്രിയൻ പ്രിൻസ് ഫെർഡിനാൻഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു കൊലപാതക ശ്രമം നടന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ കൊലയാളിയായിട്ടുള്ള ഷെപ്പേർഡിന്റെ ആൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ ആള് അവിടെ വെച്ച് തന്നെ കുതിരവണ്ടിയിൽ പോകുന്ന ഈ ഫെർഡിനാൻഡിനെ കൈ കൊണ്ട് വെട്ടിവെച്ച് കൊന്നുകളയാണ്. ശരിക്കും ഇത് അവന്റെ പ്ലാനിലുള്ളതായിരുന്നില്ല. ആ വഴിയിൽ പ്രിൻസ് വന്നതുകൊണ്ട് കൊന്നുകളഞ്ഞതാണ്. ആ വണ്ടിയിലും ഡ്യൂക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പ്രിൻസിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്തായാലും ജോലി ഫെയിലറായി. ഇവിടെ നിന്നും മകനെയും കൂട്ടിയിട്ട് പിന്നീട് ഡ്യൂക്ക് മടങ്ങുകയാണ്. പോകുന്ന സമയത്ത് മകനോട് ഒരു കാര്യം പറയണം, മോനെ, സിറ്റുവേഷൻ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൊലപാതകം ലോക മഹായുദ്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. അതെന്താ സംഭവം എന്ന് നമ്മുടെ കോർനാഡിനെ ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഡ്യൂക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ബ്രിട്ടീഷ് രാജവംശത്തിലുണ്ടായിരുന്ന ഒരു 3 കസിൻ ബ്രദേഴ്സ്, കൈസർ, നിക്കോളാസ്, അതുപോലെ തന്നെ ജോർജ്. ഇവരിൽ മൂത്ത ആളാണ് കൈസർ. ചെറുപ്പം മുതലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം എടുക്കാനായിട്ടുള്ള ഈ കൈസർ ഇപ്പോ ജർമ്മനിയുടെ അധികാരിയാണ്. കൈസർ വിൽഹോം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനിയന്മാരായിട്ടുള്ള സർ നിക്കോള റഷ്യയുടെ ചക്രവർത്തിയാണ്. അതുപോലെ തന്നെ കിങ് ജോർജ് ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. ഇപ്പൊ നടന്നിരിക്കുന്ന ഈ കൊലപാതകം ഉണ്ടല്ലോ, ഓസ്ട്രിയൻ പ്രിൻസിനെ കൊന്ന കാര്യം, അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ ജർമ്മനി അധികാരത്തിലിരിക്കുന്ന കൈസർ വിൽഹോം എന്ന ആളാണ്. കൈസർ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധ കൊതിയനാണ്. എന്തിനും ഏതിനും യുദ്ധം ഉണ്ടാക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ ബാക്കിയുള്ള രണ്ടുപേരും അങ്ങനെയല്ല. അതായത് റഷ്യയുടെ ചക്രവർത്തിയായിട്ടുള്ള സർ നിക്കോളാസ്, അദ്ദേഹം എപ്പോഴും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കിങ് ജോർജും. ഒരുപാട് ആൾക്കാർ ഈ യുദ്ധത്തിൽ മരിച്ചു പോകുന്നതുകൊണ്ട് അയാൾക്കും അതിനോട് താല്പര്യമില്ല. പക്ഷെ ഒരു യുദ്ധം വേണം എന്ന വാശിയിൽ തന്നെയാണ് ഈ കൈസർ. കൈസറിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വലങ്കൈയായിട്ടുള്ള എറിക്ക് എന്ന് പേരുള്ള മറ്റൊരാളാണ്. ഈ എറിക്ക് ഷെപ്പേർഡിന്റെ ആൾ കൂടിയാണ് കേട്ടോ. ഷെപ്പേർഡിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ വലിയൊരു മഹായുദ്ധം ഉണ്ടാക്കി ഈ രാജ്യങ്ങൾ മുഴുവനായിട്ട് തകർത്തില്ലാതാക്കണം. ഏകദേശം ആ ഒരു യുദ്ധം അത് ആരംഭിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ജനറൽ കിച്ചനറും അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള മോർട്ടനും അതുപോലെ തന്നെ ഡ്യൂക്കും എല്ലാവരും ചർച്ച നടത്തുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ. ശക്തമായ യുദ്ധം, യൂറോപ്പിനെ തന്നെ നശിപ്പിക്കാവുന്ന പാകത്തിൽ അങ്ങനെ ഒരു മഹായുദ്ധം പിന്നീട് നടക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഷെപ്പേർഡാണ്. കാരണം ഈ യുദ്ധം ഉണ്ടാക്കിയത് തന്നെ ഷെപ്പേർഡാണ്. ഷെപ്പേർഡിന്റെ ആളാണ് എറിക്ക്. എറിക്കാണ് ശരിക്കും കൈസറിനെ മൂട്ടി 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 ഇതുപോലൊരു യുദ്ധം എന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ. പക്ഷെ ഇപ്പോഴും ഈ യുദ്ധത്തിലേക്ക് വലിയൊരു രാജ്യമായിട്ടുള്ള റഷ്യ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അധികാരിയായിട്ടുള്ള ജോർജ് ഒരു സമാധാന പ്രേമിയാണ്. എന്നാൽ ആ ജോർജിനെയും കൂടെ യുദ്ധത്തിലേക്ക് വിളിച്ചു വരുത്തേണ്ടത് അല്ലെങ്കിൽ തള്ളിയിടേണ്ടത് ജോർജിന്റെ വല്ലങ്കൈയായിട്ടുള്ള ആ ഒരു രാജവംശത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള ഗ്രിഗറി റാസ്പുട്ടിനാണ്. റാസ്പുട്ടിന് ഈ ഒരു ജോലി ഷെപ്പേർഡ് നൽകുന്നുണ്ട്. അധികം വൈകാതെ റാസ്പുട്ടിൻ അയാളുടെ ജോലി അത് ആരംഭിക്കുകയാണ്. അതായത് ഈ ജോർജിന്റെ ഒരു മകന് ഒരു മിഠായിലൂടെ വിഷം നൽകുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയും വിളിച്ചു വരുത്തിയിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മോൻ ബോധമില്ലാതെ കെടുക്കുകയാണ്. ഇതിന് കാരണക്കാരൻ നീയാണ് കിങ് ജോർജ്. കാരണം എന്താണെന്നറിയോ, ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് നീ മാറി നിൽക്കുന്നതുകൊണ്ട് ദൈവങ്ങൾ തന്ന ശാപമാണിത്. അതുകൊണ്ട് മര്യാദക്ക് യുദ്ധത്തിന് ഇറങ്ങിക്കോ, രാജ്യത്തെ സംരക്ഷിച്ചോ. ഒരു വല്ലാത്ത രീതിയിൽ ഈ കപട പുരോഹിതൻ ജോർജിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജോർജിന് ആദ്യമൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇൻഫ്ലുവൻസ് കാരണം മകൻ അവിടെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന് സമ്മതിക്കുമെന്ന് പറയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ കിങ് ജോർജും അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുകയാണ്. അതായത് റഷ്യൻ രാജവംശം തന്നെ ഈ ഒരു പുരോഹിതന്റെ കള്ള പുരോഹിതന്റെ കയ്യിലാണിപ്പോ. അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഫെലിക്സ് എന്നൊരു യുവാവ് കേൾക്കുന്നുണ്ട്. ഈ ഫെലിക്സ് നമ്മുടെ ഡ്യൂക്കിന്റെ മകനുണ്ടല്ലോ കോർനാഡിന്റെ ഒരു കസിൻ ബ്രദറാണ്. അങ്ങനെ ഫെലിക്സ് വഴി എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞപ്പോ തന്നെ റഷ്യയിലേക്ക് പുറപ്പെടാം. അതായത് അവിടുത്തെ കിങ് ജോർജിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഡ്യൂക്ക് ഒരു കാരണവശാലും കോർനാഡിനെ റഷ്യയിലേക്ക് വിടില്ല എന്ന് തന്നെ പറയാണ്. അതുകൊണ്ട് റഷ്യയിലേക്ക് കപ്പൽ വഴി അങ്ങോട്ടേക്ക് പോകുന്നത് കേണൽ കിച്ചനറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള മോർട്ടനും കൂടിയാണ്. എന്നാൽ അർദ്ധരാത്രിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഷിപ്പിന് നേരെ വലിയൊരു അറ്റാക്ക് നടത്തുകയാണ്. അറ്റാക്ക് നടത്തിയത്
ഒരു മുങ്ങിക്കപ്പലാണ്. മാരക പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ വന്ന് ആ കപ്പലിനെ തകർത്ത് തരിപ്പണാക്കി കളയാണ്. ജനറൽ കിച്ചനർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള മോർട്ടൻ രണ്ടുപേരും ആ ഒരു ബ്ലാസ്റ്റിൽ മരണപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ ഡ്യൂക്കിന് ഈ കാര്യം താങ്ങാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ കോർനാഡിന് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ആരാണ് ഈ ഷെപ്പേഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടത്തില് ഈ കോർനാഡ് ഒരുപാട് സംസാരിക്കുമ്പോൾ ഡ്യൂക്ക് ഒന്നും മിണ്ടാതെ അവനെയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ പ്രധാന റൂം ഉണ്ടല്ലോ, ആ റൂമിന്റെ അവിടെ ചെറിയൊരു പ്രതിമയുണ്ട്. അത് പിടിച്ച് തിരിച്ചപ്പോ ഒരു രഹസ്യ വാതിൽ അവിടെ തുറന്നു വരികയാണ്. അതിലൂടെ ആ രഹസ്യ റൂമിനുള്ളിലേക്ക് പോയപ്പോ അതിനുള്ളിലാണ് ഷോല അതുപോലെ തന്നെ മറ്റേ ഒരു വേലക്കാരി ഉണ്ടല്ലോ പോളി. ഇവര് രണ്ടുപേരും ഇരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇവര് രണ്ടുപേരും വെറും ഒരു വീട്ടുജോലിക്കാരല്ല, ശരിക്കും ഡ്യൂക്കിന്റെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് ആൾക്കാരാണ്, ഷോലയും അതുപോലെ തന്നെ പോളിയും. അതായത് ഇവര് ചെയ്യുന്ന ജോലി എന്താന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങളുടെ പൊളിറ്റീഷ്യനും അവരുടെ ജോലി അത് മര്യാദക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിലെ പിഴവ് കണ്ടുപിടിച്ച് അത് പരിഹരിക്കലാണ് ശരിക്കും ഇവരുടെ ഒരു രഹസ്യ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ. അതിനുള്ള പവറും അതുപോലെ തന്നെ പണവും ഈ ഡ്യൂക്കിന്റെ കയ്യിലുണ്ട്. എന്താണ് ശരിക്കും അവന്റെ അച്ഛനും അതുപോലെ തന്നെ പോളിയും ഷോലയും എല്ലാം ചെയ്യുന്നത് എന്ന് കണ്ട സമയത്ത് ശരിക്കും നമ്മുടെ കോർനാഡ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒന്നും ചെയ്യുന്നില്ല എന്ന് കോർനാഡ് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ആ സമയത്ത് ശരിക്കും ഇവർ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കായിരുന്നു, പ്രധാനമായും ഷോലയും പോളിയും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡ്യൂക്കും ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഓസ്ട്രിയൻ പ്രസിഡന്റ് അയാളെ വെടിവെച്ച് കൊന്ന ആ ആളുണ്ടല്ലോ, ആ ആളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു കയറി ആ തൂക്കിക്കൊല്ലാൻ നിൽക്കുന്ന ആളെ രക്ഷപ്പെടുത്തി. ഒരു കാര്യം ഓർക്കണം, അന്ന് ആ വഴിയോരത്ത് വെച്ച് ഫെർഡിനാൻഡ് പ്രിൻസ് അയാളെ വെടിവെച്ച് കൊന്ന ആളാണിത്. എന്തായാലും തൂക്കിക്കൊല്ലാൻ നിൽക്കുന്ന സമയത്തും അയാളെ എന്തിനാണ് ഡ്യൂക്ക് രക്ഷപ്പെടുത്തിയത് എന്ന് നോക്കുകയാണെങ്കിൽ ആരാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നറിയാൻ വേണ്ടി. എന്നാൽ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാനൊരു കുടിയനാണ്, വീടില്ലാത്ത തെരുവ് തണ്ടിയായിട്ടുള്ള ഒരു കുടിയൻ. അപ്പൊ ആ ഒരു മദ്യലഹരിയിൽ പറ്റിപ്പോയതാന്ന് പറയണം. അങ്ങനെ ഒരു കുടിയനാണെങ്കിൽ നിന്റെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ റിങ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അതോടുകൂടിയിട്ട് നമ്മുടെ ഡ്യൂക്കിന് ഒരു കാര്യം മനസ്സിലായി. അവൻ ആ ഒരു റിങ് കൊടുത്തതും ആ ജോലി അവനെ ഏൽപ്പിച്ചതും എല്ലാം ആ ഒരു ഷെപ്പേഡാണ്. ഷെപ്പേഡിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഇതുപോലുള്ള മോതിരം കാണാറ്. ഇതിനിടയിൽ നമ്മുടെ പോളി ഉണ്ടല്ലോ, ആ ഒരു പെണ്ണ് കേട്ടോ, അവളുടെ പേരാ പോളി. പോളി മറ്റൊരു രഹസ്യ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതായത് റഷ്യയിലെ കിങ് ആയിട്ടുള്ള കിങ് ജോർജ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പുരോഹിതനുണ്ടല്ലോ ഗ്രിഗറി റാസ്പുട്ടിൻ, ആ റാസ്പുട്ടിന്റെ റൂമിൽ വെച്ചും ഇതേ റിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ആ റാസ്പുട്ടിനും ഷെപ്പേഡിന്റെ ആളാണെന്നല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയിലേക്ക് പോകണം, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതായത് റാസ്പുട്ടിനാണ് റഷ്യയെ യുദ്ധത്തിലേക്ക് തള്ളി വിടാൻ പോകുന്നത്. ഇവരങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അതൊരു ക്രിസ്മസ് രാത്രിയാണ്, മാത്രമല്ല അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുകയാണ്. അതിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ഡ്യൂക്കിനും അതുപോലെ തന്നെ കോർനാഡിനും കിട്ടുന്ന രീതിയിലാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഗ്രിഗറി റാസ്പുട്ടിൻ ആ ഒരു പുരോഹിതനുമായിട്ട് ഇവർക്കൊരു മീറ്റിംഗ് നടത്തണം. ആ മീറ്റിംഗ് നടത്താൻ പോകുന്നത് ഡ്യൂക്കിന്റെ മകനായിട്ടുള്ള കോർനാഡാണ്. അപ്പൊ അതിനു മുന്നേ തന്നെ നല്ലൊരു കേക്ക് ഉണ്ടാക്കി ആ കേക്ക് ഇയാളെ കൊണ്ട് തീറ്റിക്കണം. അതിലൊരു പോയിസൺ ആണ്, ആ പോയിസൺ അടിച്ച് അയാളെ ചാവും എന്നൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇവരുടെ പദ്ധതി അനുസരിച്ച് ഷോല അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് കയറുകയാണ്. അതുപോലെ തന്നെ പോളി കിച്ചണിലേക്കും അവർ കേക്ക് ഉണ്ടാക്കണ്ടേ. അങ്ങനെ ആ ഒരു പരിപാടിയിൽ വെച്ച് ഡ്യൂക്ക് ഇപ്പോ ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന ആ ഒരു കള്ള പുരോഹിതനെ പരിചയപ്പെടുകയാണ്. കാണുമ്പോൾ തന്നെ ആളൊരു ഭീകരനാണ് കേട്ടോ. അയാളുമായിട്ട് സംസാരിക്കുകയാണ്. തന്റെ മകന് അയാളുമായിട്ട് എന്തോ സംസാരിക്കാനുണ്ട്, ഒരു പ്രൈവറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും എന്താ നിങ്ങൾക്ക് ഭയമാണോ എന്നൊക്കെ ചോദിച്ച് അയാളുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ട് അവസാനം ആ ഒരു മീറ്റിംഗിന് സമ്മതിക്കുകയാണ്. പിന്നീട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുക്കൻ അതായത് കോർനാഡിനോട് പറയണേ, എനിക്ക് നീയുമായിട്ട് സംസാരിക്കേണ്ട, നിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഗ്രിഗറി റാസ്പുട്ടിൻ പ്രൈവറ്റ് ആയിട്ടുള്ള അയാളുടെ റൂമിലേക്ക് ഡ്യൂക്കുമായിട്ട് പോവാണ്. ആ സമയത്ത് ഡ്യൂക്കിന്റെ കാലിന് വല്ലാത്ത വേദനയാണ്. കാരണം കാലിലെന്തോ മുറിയായിട്ടുണ്ട് യുദ്ധത്തിന്റെ സമയത്ത്. അത് ഞാൻ ചികിത്സിച്ചു തരാം, ആദ്യം നീ നിന്റെ പാന്റ് അഴിക്കുന്നു പറയാണ്. അങ്ങനെ പാന്റ് അഴിച്ച് ഒരു നിക്കർ ഇട്ടുകൊണ്ട് റാസ്പുട്ടിന്റെ മുന്നിൽ ഇപ്പൊ ഡ്യൂക്ക് ഇരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ റാസ്പുട്ടിന് കഴിക്കാനുള്ള കേക്കും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി ഡ്യൂക്ക് ഇപ്പൊ റാസ്പുട്ടിനോട് പറയാണ്. ആദ്യമൊക്കെ ഒരു സംശയം തോന്നിയെങ്കിലും റാസ്പുട്ടിൻ എന്താക്കി ആ ഒരു കേക്ക് എടുത്ത് മടമടാന്ന് പറഞ്ഞിട്ട് തിന്നതാണ്. സത്യത്തിൽ അത് വിഷമുണ്ട് കേട്ടോ. ഇതിനു ശേഷം റാസ്പുട്ടിൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഇയാളുടെ നാവ് കൊണ്ട് ഡ്യൂക്കിന്റെ കാലിലൊരു മുറിയുണ്ടല്ലോ, ആ മുറിയിൽ നക്കി 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 ആ വേദന തന്നെ ഇല്ലാതാക്കുകയാണ്. ഒരു കള്ളപുരോഹിതനാണെങ്കിലും ഇയാൾക്ക് എന്തൊക്കെയോ മാന്ത്രിക ശക്തി ഉള്ളതുപോലെ ചില സമയത്ത് ഫീൽ ആവും. ഒരുപാട് വേദന ഉണ്ടായിരുന്ന ഡ്യൂക്കിന്റെ ആ ഒരു കാലിന്റെ വേദന ഇപ്പൊ പെട്ടെന്ന് പോവുകയാണ്. മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നിന്നുകൊണ്ട് ഈ കാര്യം ആര് കേൾക്കുന്നുണ്ട്? ഡ്യൂക്കിന്റെ മകനായിട്ടുള്ള കോർനാഡും അതുപോലെ തന്നെ ഷോലയും. ഇപ്പൊ കോർനാഡിന് ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഷോലയോട് ചോദിക്കുമ്പോ എനിക്കറിയില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ ഉള്ളിൽ നിന്നും ഡ്യൂക്കിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രിഗറി റാസ്പുട്ടിൻ പറയണം, സത്യം പറയടാ, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തോ അയാളുടെ ആ ഒരു ലഹരിയിൽ എങ്ങനെയൊക്കെയോ സ്വബോധം നഷ്ടപ്പെട്ട് ഡ്യൂക്ക് അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പറയാണ്, നിന്റെ കാലിന്റെ വേദന അത് പൂർണ്ണമായിട്ട് ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് അവനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. -ഡിഗ്രി തണുപ്പായിരുന്നു. ഇയാളുടെ മുറിയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക്, ആ തണുത്ത് ഫ്രീസായ വെള്ളത്തിലേക്ക് ഇപ്പൊ ഡ്യൂക്കിനോട് ഇറങ്ങാൻ പറയാണ്, അവന്റെ കാലിന്റെ ചികിത്സിക്കാൻ വേണ്ടി, വേദന മാറ്റാൻ വേണ്ടി. എന്നാൽ അത് അതുപോലെ തന്നെ കേട്ട് ഡ്യൂക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഡ്യൂക്ക് ഈ ഗ്രിഗറി റാസ്പുട്ടിനെ ഇങ്ങനെ അനുസരിക്കുന്നതെന്ന് അറിയില്ല. അവസാനം ആ ഒരു വെള്ളത്തിൽ
മുക്കിയിട്ട് നീയൊക്കെ എന്നെ കൊല്ലാൻ മാത്രം വളർന്നോടാ, ആ കേക്കിൽ വിഷമുണ്ട് എന്നും ഇവരിങ്ങോട്ടേക്ക് വന്നത് അയാളെ കൊല്ലാനാണെന്നും റാസ്പുട്ടിൻ നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്യൂക്കിനെ ലഹരി ഉപയോഗിച്ച് മയക്കി ഡ്യൂക്കിനെ കൊല്ലാൻ വേണ്ടി ആ കുളത്തിലേക്ക് ഇട്ടത്. എന്നാൽ അപ്പൊ തന്നെ വാതിലും ചവിട്ടി പൊളിച്ച് നമ്മുടെ ഷോലയും കൊർണാടും വരികയാണ്. ഷോല ഒരു വാളെടുത്തിട്ട് പറയാണ്, കൊർണാടെ നീ പോയിട്ട് വേഗം അച്ഛനെ രക്ഷപ്പെടുത്തുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ഫൈറ്റ് ആണ് കേട്ടോ. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലം ഫൈറ്റ്. ഷോലയും അതുപോലെ തന്നെ ഈ ഒരു ഗ്രിഗറി റാസ്പുട്ടിനും ഈ ചെങ്ങായിനെ കാണുന്ന സമയത്ത് എന്താ വല്ല പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയാ ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഷോല ഒരുപാട് നല്ല രീതിയിൽ വാള് വീശുന്നുണ്ടെങ്കിലും ഒരു തവണ പോലും ഗ്രിഗറിയുടെ ദേഹത്ത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ ഗ്രിഗറിയുടെ കയ്യിൽ ഒരു കുരിശുണ്ട്, അതിനറ്റത്ത് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് ഷോലയുടെ ദേഹത്ത് കുത്തിവെച്ച് ഷോലയെ ബോധം കെടുത്തിയിടുകയാണ്. ഇതേ നേരം തന്നെ തണുത്തുറഞ്ഞ ആ ഒരു കുളത്തിൽ നിന്നും അച്ഛനെ ഇപ്പോൾ നമ്മുടെ കൊർണാട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് വെച്ച് എത്രയും പെട്ടെന്ന് ഗ്രിഗറി റാസ്പുട്ടിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയുന്നുണ്ട്. കാരണം അയാൾ ആ ഒരു കത്തിയെടുത്ത് ഇപ്പൊ ഷോലയെ കുത്ത്. എന്നാൽ അതേ നേരം തന്നെ ആ കത്തിയിലേക്ക് വെടിവെച്ച് കത്തിയെ തെറിപ്പിച്ച് കളയാണ് നമ്മുടെ കൊർണാട്. പിന്നീട് റാസ്പുട്ടിനെ വെടിവെക്കാൻ നോക്കുമ്പോൾ ഗണ്ണ് വർക്കാവുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ കയ്യിൽ കയറി പിടിക്കാണ് റാസ്പുട്ടി. ഭയങ്കര ബലവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവസാനം അവന്റെ കഴുത്തിന് തന്നെ തൂക്കി പിടിച്ച് പോന്തിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ നേരത്ത് എങ്ങനെയൊക്കെയോ സ്വബോധം തിരിച്ചു കിട്ടിയ ഡ്യൂക്ക് വാളുമായിട്ട് നേരെ ഗ്രിഗറി റാസ്പുട്ടിന് നേരെ ചാടി വീഴുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഡ്യൂക്കും അതുപോലെ കൊർണാട് രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് ഗ്രിഗറി റാസ്പുട്ടിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ടും ആ ഒരു മനുഷ്യനെ തോപ്പിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു വിചിത്ര മനുഷ്യൻ. അവസാനം അയാളുടെ നെഞ്ചിലേക്ക് തന്നെ ഡ്യൂക്ക് ഒരു കത്തിയല്ല വാള് കുത്തി കയറ്റി അതുകൊണ്ട് വലിച്ച് നേരെ ആ ഐസ് വെള്ളത്തിലേക്ക് കൊണ്ടിടുകയാണ്. നീ എന്നെ ഐസ് വെള്ളത്തിൽ കൊണ്ടിടുവല്ലടാ ഇതും പറഞ്ഞ് അവന്റെ തലയിൽ ചവിട്ടി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ ആ ഒരു മിഷൻ കഴിഞ്ഞു എന്ന് കരുതി സമാധാനമായിട്ടിരിക്കുമ്പോൾ അവൻ വീണ്ടും ആ ഒരു വെള്ളത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. കാരണം ഇതൊരു മനുഷ്യനല്ല. എന്നാൽ ഈ ഒരു കാര്യം ഡ്യൂക്കും കൊർണാടും അറിയുന്നില്ല കേട്ടോ. കത്തിയുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് ഒരു ബുള്ളറ്റ് റാസ്പുട്ടിന്റെ നെറ്റിയിൽ കയറി സ്പോട്ടിൽ തന്നെ അയാൾ അവിടെ ചത്തു മലച്ച് വീഴുകയാണ്. വെടിവെച്ചത് മറ്റാരുമല്ല, നമ്മുടെ പോളിയാണ്. എത്ര പെട്ടെന്ന് അവൾ ഇങ്ങോട്ടേക്ക് വന്ന് റാസ്പുട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയത്. മാത്രമല്ല അവളൊരു ഡയലോഗും, നിങ്ങൾ ആണുങ്ങൾ മുഴുവനും ഒരു വൃത്തിയില്ലാത്തവന്മാരാ, ഒരു പണിക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആ പണി തീർത്ത് അങ്ങോട്ട് പോകണ്ടേ. ഇതും പറഞ്ഞ ഗണ്ണിലെ പുകയോതി അവളൊരു പോക്കാണ് കേട്ടോ. നല്ല അടിപൊളി സീന്. എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞ് ഏറ്റവും കൂടുതൽ ദേഷ്യം അത് വന്നത് ആർക്കായിരിക്കും? ഷെപ്പേർഡിന് തന്നെ. അതായത് റഷ്യയെ യുദ്ധമുഖത്തിലേക്ക് വലിച്ചിടാൻ നോക്കി ആ ഒരു ദൗത്യം ഫെയിൽ ആയിരിക്കുകയാണ്. അത് ഏൽപ്പിച്ച ആള് ഗ്രിഗറി റാസ്പുട്ടിൻ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലറി വിളിച്ച് അടുത്ത വഴി ഇപ്പോ ഈ ഒരു ഷെപ്പേർഡ് കണ്ടുപിടിക്കുകയാണ്. മറ്റാരുമല്ല, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ലെനിൻ. രാജകുടുംബത്തെ താഴെ ഇറക്കി ഇനി ആ രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടേണ്ടത് ലെനിന്റെ ജോലിയാണ്. അതുപോലെ തന്നെ ഈ ഷെപ്പേർഡ് ഇയാളുടെ ആ ഒരു കുടിൽ ഒരുപാടധികം ആടുകളുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാൽ ഈ ആടുകളോടാണ് ഇയാളുടെ ആ ഒരു ദേഷ്യം തീർക്കുക. ഇപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആടിന്റെ കൊമ്പ് വെട്ടി മുറിച്ചിടുകയാണ്. വേദന കൊണ്ട് ആ ആട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും നമ്മുടെ ടീംസിന് നോക്കുകയാണെങ്കിൽ റഷ്യയിലെ ദൗത്യം കഴിഞ്ഞ് അവർ നേരെ ഇംഗ്ലണ്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ കൊർണാടിന്റെ ബർത്ത്ഡേ ട്രെയിനിൽ വെച്ച് തന്നെ ഇവർ ആഘോഷിക്കുകയാണ് കേട്ടോ. തന്റെ മകന്റെ കാര്യത്തിൽ ഡ്യൂക്കിന് ഭയങ്കര അഭിമാനമാണ്. തന്റേടിയായ പക്വതയുള്ള അതുപോലെ തന്നെ എന്തിനും ചെറുചെറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. അച്ഛനോട് അത്രയും സ്നേഹമാണ് കൊർണാടിന്. മാത്രമല്ല ഈ ദൗത്യം എല്ലാം കഴിഞ്ഞപ്പോൾ കൊർണാട് അവന്റെ ആഗ്രഹം പറയാണ്. ഒരിക്കലും അതിനെ തടയാൻ നിൽക്കരുത് എന്നും അച്ഛനോട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കൊർണാടിന് ഒരു പട്ടാളക്കാരനാവണം, രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ സേവിക്കാനായിട്ട് യുദ്ധത്തിലേക്ക് പോകണമെന്ന് പറയാണ്. ഡ്യൂക്കിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. എന്നിരുന്നാലും മകന്റെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് അവന് വിടുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് കൈസർ വിൽഹോം, അതായത് ജർമ്മനിയുടെ അധികാരി. യുദ്ധ കൊതിയാനായ മനുഷ്യനാണ്. ഇയാളെ ഒന്നും മൂട്ടിയാൽ മതി, അയാളെപ്പോഴേക്ക് യുദ്ധത്തിന് ഇറങ്ങും. സോ ജർമ്മനിയെ യുദ്ധത്തിലേക്ക് തള്ളിവിടാനായിട്ട് ഷെപ്പേർഡിന്റെ ആൾക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഷെപ്പേർഡിന്റെ ആളെന്ന് പറഞ്ഞാൽ എറിക്ക്, ആ കണ്ണാടിക്കാരനുണ്ടല്ലോ അയാൾ തന്നെ. അപ്പൊ ഈ എറിക്ക് മറ്റൊരു ഐഡിയ കൂടെ കൈസറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അമേരിക്ക ഒരു കാരണവശാലും നമ്മുടെ ഈ യുദ്ധത്തിലേക്ക് പങ്കെടുക്കാൻ പാടില്ല. കാരണം അമേരിക്ക പവർഫുൾ ആണ്, അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തോക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തടയാനായിട്ട് എന്തോ ഒരു ട്രിക്ക് ഇവർ കണ്ടുപിടിച്ച് അതൊരു രഹസ്യ സന്ദേശമായിട്ട് മെക്സിക്കോയിലേക്ക് അയക്കുന്നുണ്ട്. ടെലഗ്രാഫായിട്ട് അയച്ച ആ ഒരു രഹസ്യ സന്ദേശം ഉണ്ടല്ലോ, അത് ഇംഗ്ലണ്ടിലെ ചില പട്ടാളക്കാര് ആ രഹസ്യ സന്ദേശം ചൂണ്ടിയെടുത്തു. പക്ഷെ അത് നോർമലി വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സന്ദേശമായിരുന്നില്ല. അതിനെ ഡീകോഡ് ചെയ്യണം. അതിനായിട്ട് ഒരുപാടധികം സയൻസ് പഠിച്ച പിള്ളേരെ അവിടെ ഇരുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ സീക്രട്ട് കോഡ് അതെന്താണെന്ന് ഡ്യൂക്ക് അവന്റെ ആളെ വെച്ച് അവിടെ നിന്ന് അറിയാണ്. പിന്നീട് ആ ഒരു കോഡ് നമ്മുടെ പോളിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കോഡ് ഡീകോഡ് ചെയ്യേണ്ട ജോലി അത് നമ്മുടെ പോളിക്കാണ്. അത് ചില്ലറ പരിപാടിയൊന്നുമല്ല, നല്ല കഷ്ടപ്പാടാണ്. ഇതേ സമയത്തിന് കൊർണാടിനെ നോക്കുകയാണെങ്കിൽ അവൻ മിലിറ്ററിയിൽ ചേർന്ന് കഴിഞ്ഞു. അവിടെ പരിശീലനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ പോളിയാണെങ്കിലോ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു കോഡ് അത് ഡീകോഡ് ചെയ്ത് കിട്ടോ. വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് പോളി ഇപ്പോൾ ഡ്യൂക്കിന്റെ അടുത്തേക്ക് വരികയാണ്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഒരിക്കലും യൂറോപ്പിലേക്ക് വരാൻ പാടില്ല. അതിനായിട്ട് മെക്സിക്കോയെ തിരിപ്പിച്ചു വിട്ട് അമേരിക്കയുമായിട്ട് അവർക്കൊരു യുദ്ധം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ അവരവിടെ എൻഗേജഡ് ആയിരിക്കുമല്ലോ, അവരവിടെ ഡൈവേർട്ട് ആയി നിൽക്കുമല്ലോ. അപ്പൊ യൂറോപ്പിലേക്ക് അവർ വരില്ലല്ലോ. ഇതാണ് ശരിക്കും കൈസർ വിൽഹോമിന് എറിക്ക് പറഞ്ഞു കൊടുത്ത ആ ഐഡിയ. എറിക്ക് പറഞ്ഞു കൊടുത്തതാണെങ്കിലും അതിന്റെ പിന്നിലൊക്കെ ഷെപ്പേർഡ് തന്നെയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായ ഈ പോളിയോട് ഡ്യൂക്ക് പറയാണ്, നീ ശരിക്കും ഒരു യുദ്ധത്തെ തന്നെ തീർക്കാൻ പോവാണ്. അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ യുദ്ധം പെട്ടെന്ന് തന്നെ കഴിയും. തന്റെ മകനെ അതിലൂടെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള സന്തോഷത്തിലാണ്
ടെൻഷനിലാണ് ഡ്യൂക്ക് വേഗം തന്നെ ഈ കാര്യം പോയിട്ട് ഇംഗ്ലണ്ടിന്റെ അധികാരിയായിട്ടുള്ള ജോർജിനോട് പറയുന്നുണ്ട്, കിങ് ജോർജിനോട്. ജോർജും ഇത് കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. യുദ്ധവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ജോർജിന് യാതൊരു താല്പര്യമില്ല. അപ്പൊ ജോർജും നമ്മുടെ ഡ്യൂക്കിനെ പ്രശംസിക്കുന്നുണ്ട്. നീ നിന്റെ മകനെ മാത്രമല്ലടാ, ഒരുപാടധികം യുവാക്കളെയാണ് രക്ഷിക്കാൻ പോകുന്നത്. യുദ്ധം അധികം വൈകാതെ തീരാൻ പോവാണ്. അമേരിക്കയെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം അറിയിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഈ വിവരം അറിയാണ്. എന്നാൽ അയാൾ ആ ഒരു വിവരം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അയാൾ പറയണ ഇതൊക്കെ ഫേക്ക് ന്യൂസാ. അവര് പറയുന്നതും കേട്ട് യൂറോപ്പിൽ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇപ്പൊ യുദ്ധത്തിനേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കിങ് ജോർജും ഡ്യൂക്കും ആകെ നിരാശയിലാവുകയാണ്. അമേരിക്ക വന്നു കഴിഞ്ഞാലേ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാവുള്ളൂ. എന്തായാലും അമേരിക്ക വരാത്തത് കൊണ്ട് ഇനിയും യുദ്ധം നീളാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് ഡ്യൂക്കിന് ഏറ്റവും പേടി മകന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരൂ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. ഇതേ നേരം തന്നെ കോർണാഡിനെ കാണിക്കുകയാണ്. അവന്റെ പരിശീലനവും പരീക്ഷയും എല്ലാം കഴിഞ്ഞു. നല്ലൊരു ഉദ്യോഗം തന്നെ അവന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിന് പോകാൻ നിൽക്കുന്നതിന് കുറച്ച് മുന്നേ കോർണാഡിനെ ഓഫീസർ വിളിച്ച് ഒരു കാര്യം പറയാണ്. അതായത് ഇവിടെ നിന്നും അവനെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അതായത് അവനിക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയില്ല. ഈ ഒരു കാര്യം ചെയ്തത് തന്റെ അച്ഛനാണെന്ന് കോർണാഡിന് മനസ്സിലായി, മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ കോർണാഡിനെ ഈ യുദ്ധമുഖത്തിൽ നിന്നും അങ്ങനെ തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ലാൻസ് കോർപ്പോറലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു കത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ കത്തുമായിട്ട് നേരെ അച്ഛനെ കാണാൻ പോകാൻ പറയാണ്. അങ്ങനെ ലാൻസ് കോർപ്പോറൽ ആ കത്തുമായിട്ട് നേരെ ഡ്യൂക്കിനെ കാണാൻ ചെല്ലുകയാണ്. മാത്രമല്ല കോർണാഡ് അവന്റെ അച്ഛന് വേണ്ടി ആ കത്തിൽ എഴുതിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും യുദ്ധത്തിലേക്ക് പോകാൻ രാജ്യത്തെ സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെ ഈ വന്ന ആളുടെ ഐഡന്റിറ്റി എടുത്തുകൊണ്ട് നമ്മുടെ കോർണാഡ് യുദ്ധമുഖത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ആള് വളരെയധികം വിശ്വസ്തനാണ് അച്ഛാ, അവനെ വിശ്വസിക്കാം. അവൻ എന്തായാലും എന്നെ ഒറ്റുകൊടുക്കില്ല. നമ്മുടെ രാജ്യത്തിലുള്ള ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പാടെല്ലാം മാറ്റാൻ വേണ്ടി രാജ്യത്തിന് വേണ്ടി എനിക്കും യുദ്ധം ചെയ്യേണ്ട അച്ഛാ. ഈ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ അതെന്റെ ധർമ്മമല്ല അച്ഛാ. അതായത് ഒരു വല്ലാത്തൊരു രാജ്യസ്നേഹി തന്നെയാണ് കേട്ടോ കോർണാഡ്. അതിനുവേണ്ടി തന്നെ ആ യുദ്ധത്തിലേക്ക്, ആ യുദ്ധക്കളത്തിലേക്ക് അവൻ പോയി കഴിഞ്ഞു. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു അച്ഛൻ എന്ന രീതിയിൽ ഡ്യൂക്ക് എത്രത്തോളം വിഷമം സഹിക്കുന്നുണ്ടാവും. യെസ്, ഒരുപാടധികം വേദനിക്കുകയാണ് ആ മനുഷ്യൻ. എന്തായാലും അവസാനം കോർണാഡ് യുദ്ധമുഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അധികം വൈകാതെ യുദ്ധം ആരംഭിക്കുകയാണ്. ഇംഗ്ലണ്ട് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ജർമ്മനി, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ഫയറിംഗ്. ഇതിനിടയിൽ കൊടി പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലൂടെ ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം വൈകാതെ അയാളെയും ഇവർ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നത്. ആ കൊടി പിടിച്ച് വന്ന ആള് നമ്മുടെ ചാരനായിരുന്നു. നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന ഇൻഫർമേഷൻ, ഒരു രഹസ്യം അവന്റെ കയ്യിലുണ്ട്. അതെടുക്കാനായിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് നമുക്ക് പോകണം. ആരാണ് എന്റെ കൂടെ വരിക എന്ന് ആ ഒരു പട്ടാളക്കാരൻ ചോദിച്ചപ്പോൾ ആദ്യം തന്നെ മുന്നോട്ടേക്ക് വരുന്നത് നമ്മുടെ കോർണാഡാണ്. അത്രയും ധൈര്യമാണ് അവന്. ബാക്കിയുള്ള ആരും മുന്നോട്ടേക്ക് വരാൻ തയ്യാറാവുന്നില്ല. ഒരു 4 പേര് കൂടെ വരണം എന്ന് പറയാണ്. അങ്ങനെ ക്യാപ്റ്റൻ നിർബന്ധം പറഞ്ഞു ഒരു 4 പേര് വരുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ ശബ്ദമുണ്ടാക്കാതെ വളരെ പതുക്കെ ആ മരിച്ചു വീണ് കിടക്കുന്ന പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നും ആ രഹസ്യം എടുക്കാനായിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുക്കളും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണ ഉണ്ടാക്കുകയാണ്. ആരും ഗൺ ഉപയോഗിക്കേണ്ട. ഗൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ, ശബ്ദം ഉണ്ടാവും. ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും, യുദ്ധമുഖമാണ്. രണ്ട് ഭാഗത്തുള്ള പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് തുരാന്ന് വേണ്ടി വെടിവെക്കും. അതിനിടയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുള്ള ഈ പട്ടാളക്കാർ, ഇപ്പോ ഈ രഹസ്യം എടുക്കാൻ വന്ന ആ പട്ടാളക്കാർ എല്ലാവരും തീരും. അതുകൊണ്ട് തന്നെ ഗൺ ഉപയോഗിക്കാതെ വെറും കത്തി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാന്ന് അവരൊരു ധാരണയിലെത്തുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് അവർ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ഫൈറ്റ് നമ്മുടെ കോർണാഡിനെ ആകെ മാറ്റി മറിക്കുകയാണ്. എന്താണ് യുദ്ധം, അതിന്റെ ഭീകരത എന്താണെന്ന് തൊട്ടടുത്ത് നിന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അവൻ കൊല്ലാൻ നിന്ന് ഒരു ജർമ്മൻ പട്ടാളക്കാരൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ കൊല്ലല്ലേ എന്ന്. പക്ഷേ യുദ്ധമുഖത്ത് മനസാക്ഷി കാണിച്ചാൽ തീരാൻ പോകുന്നത് കാണിക്കുന്ന ആളുടെ ജീവനായിരിക്കും. അങ്ങനെ അവനോട് ക്ഷമ ചോദിച്ച് അവനെ കൊന്നുകളയാണ്. അതുപോലെ തന്നെ ഫൈറ്റിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനാണ് കോർണാഡ്. കാരണം അവന്റെ ടീച്ചർ അത് നമ്മുടെ ഷോലയല്ലേ. 2-3 ആൾക്കാരൊക്കെ അവൻ കൊന്നു കളയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഗഡാഗടിയനായിട്ടുള്ള ഒരാൾ ഒരു ചുറ്റിക വെച്ച് അവൻ അടിച്ച് കൊല്ലാൻ വരുന്ന സമയത്ത് ഇവരുടെ ക്യാപ്റ്റൻ ഗണ്ണെടുക്കുകയാണ്. കാരണം ഈ ഒരു നിമിഷത്തിൽ കോർണാഡിനെ രക്ഷപ്പെടുത്താൻ വേറൊരു വഴിയില്ല. ആ വലിയ ഗഡാഗടിയനായിട്ടുള്ള പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുകയാണ്. വെടിയുടെ ശബ്ദം കേട്ടപാട് തന്നെ ജർമ്മൻ പട്ടാളക്കാർ ഇത് അറിയുന്നുണ്ട്. അവരുടെ മെഷീൻ ഗൺ ഓൺ ആക്കുന്നുണ്ട്. ചറ പൊറാന്ന് പറഞ്ഞിട്ട് വെടിവെക്കുന്നുണ്ട്. അതിൽ ആ ഒരു ക്യാപ്റ്റൻ ചെതറി തെറിച്ചു പോകാൻ കേട്ടോ. എന്താണ് യുദ്ധത്തിന്റെ ഭീകരത എന്ന് തൊട്ടടുത്ത് നിന്ന് നമ്മുടെ ഈ കോർണാഡ് മനസ്സിലാക്കി. അവന്റെ അച്ഛൻ തത്ത പറയുന്നത് പോലെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നും ജീവനോടെ ബാക്കിയായ നമ്മുടെ കോർണാഡ് മാത്രം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവസാനം ഓടി ഒരു കുഴിയിലേക്ക് അവൻ എടുത്ത് ചാടുകയാണ്. എന്നിട്ട് അച്ഛനെ ഓർത്ത് അവൻ കരയുന്നുണ്ട്. അച്ഛൻ ഒരുപാട് പറഞ്ഞതല്ലേ പോവരുത് എന്ന്. ഇതേ സമയം തൊട്ടപ്പുറത്ത് കാലറ്റുപോയ രീതിയിൽ ഒരു ഇംഗ്ലണ്ടിലെ പട്ടാളക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പട്ടാളക്കാരൻ ഇപ്പോൾ നമ്മുടെ കോർണാഡിനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളോട് ചേർത്ത് പിടിക്കുകയാണ്. നീ എത്ര വേണമെങ്കിൽ കരഞ്ഞു എന്ന് പറയാണ്. മാത്രമല്ല എന്തിനാണോ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് ആ രഹസ്യം ഇപ്പൊ ഈ കാല് പോയ പട്ടാളക്കാരന് കിട്ടി. ഇപ്പൊ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, ഇതുമായിട്ട് നീ പോ, ഈ ദൗത്യം തീർക്കേണ്ടത് നീയാണെന്ന് പറയാണ്. കാരണം ഒരു കാലില്ലാത്ത ഈ പട്ടാളക്കാരൻ എങ്ങനെയാണ് അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് പോവുക? എന്നാൽ നമ്മുടെ കോർണാഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ശരിക്കൊരു പട്ടാളക്കാരന്റെ ധർമ്മം അതാണ്. ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല, നിങ്ങളെയും കൂട്ടിയിട്ടേ പോകുള്ളൂ പറഞ്ഞിട്ട് ആ മനുഷ്യനെയും തോളത്തിട്ടുകൊണ്ട് യുദ്ധമുഖത്തിലൂടെ അവൻ ഓടുകയാണ്. അപ്പോഴേക്കും നേരം വെളുത് കേട്ടോ. ജർമ്മൻ പട്ടാളക്കാർ ഇവരെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരും അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കോർണാഡിന് കവർ കൊടുക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്, ഫുള്ളായിട്ട് തീയും പോകുകയും.
ഇതിനുള്ളിലൂടെ കോർണാട് ആ പട്ടാളക്കാരനെ തോളിലിട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അവരുടെ ആ ഒരു ട്രെഞ്ചിന്റെ അടുത്തേക്ക് എത്താനായപ്പോൾ ഒരു ബോംബ് പൊട്ടി ട്രെഞ്ചിന്റെ ഉള്ളിലേക്ക് ഇവർ രണ്ടുപേരും തെറിച്ച് വീഴുകയാണ്. ആ വീഴ്ചയിൽ കാല് പോയ പട്ടാളക്കാരൻ സ്പോട്ടിൽ മരിച്ചുപോയി. എന്നാൽ കോർണാടിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവനിപ്പോ ആ ഒരു രഹസ്യ സന്ദേശം കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരന് ഒരു സംശയം, അതായത് ഈ വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു കോർണാട് ഉണ്ടല്ലോ, അവനൊരു ജർമ്മൻ പട്ടാളക്കാരനാണോ എന്ന്. അതുകൊണ്ട് തന്നെ അവനോട് പേരെന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കോർണാടിന് അവന്റെ പേര് പറയാൻ കഴിയോ? ശരിക്കും അവന്റെ ഐഡന്റിറ്റിയിലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, അവന്റെ സുഹൃത്തിന്റെ ഐഡന്റിറ്റിയിലല്ലേ. അതുകൊണ്ട് തന്നെ ലാൻസ് കോർപ്പോറൽ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, ലാൻസ് കോർപ്പോറലോ? അവൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണല്ലോ, അപ്പൊ നീ കള്ള പേരിൽ വന്നതാണല്ലേ? ഇതും പറഞ്ഞു ഒന്നും നോക്കിയില്ല ആ പട്ടാളക്കാരൻ അവിടെ വെച്ച് കോർണാടിന്റെ നെറ്റിയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. പാവം നമ്മുടെ കോർണാട് അവിടെ മരിച്ചു വീഴുകയാണ്. രാജ്യത്തോട് ഏറ്റവും കൂറ് കാണിച്ച ഒരു പട്ടാളക്കാരൻ. പക്ഷേ അവനൊരു ചാരനാണെന്ന് കരുതിയിട്ട് അവിടെ വെച്ച് അവന്റെ പട്ടാളക്കാരി തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഈ വിവരം അറിയുന്ന ഡ്യൂക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? തന്റെ മകന്റെ ഫോട്ടോയും നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ആ മനുഷ്യൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണോ സംഭവിക്കാൻ പാടില്ല എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചത് അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. പിന്നീട് കോർണാടിന്റെ എല്ലാ ശവസംസ്കാര ചടങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ രാജ്യത്തിന് വേണ്ടി എത്ര വലിയൊരു കാര്യമാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത്. കോർണാട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ രഹസ്യ സന്ദേശം ഇപ്പോ ഇംഗ്ലണ്ടിന്റെ കയ്യിലേക്ക് കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ റഷ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ കിങ് ജോർജ് അയാളുടെ അധികാരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഇനി റഷ്യ കൈകാര്യം ചെയ്യാൻ പോകുന്നത് കിങ് ജോർജ്, ആ രാജകുടുംബമല്ല, പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് തന്റെ മകനെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഡ്യൂക്കിന്റെ അടുത്തേക്ക് പോളിയും ഷോലയും വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് കോർണാട് കൊണ്ടുവന്ന ആ ഒരു രഹസ്യ വിവരം അത് മതി അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാനായിട്ട്. അതായത് മരിക്കുന്നതിന് മുന്നേ കോർണാട് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. അവന്റെ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്റെ മകൻ പോയിരിക്കുന്നത്. അതിൽ നിനക്ക് അഭിമാനിക്കാന്ന് പറയാണ്. സംതിങ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റ തന്നെയായിരുന്നു അവൻ കൊണ്ടുവന്ന ആ കാര്യം. എന്നാൽ ആ ഡാറ്റ ഇവരുടെ കയ്യിൽ കിട്ടിയത് ഷെപ്പേർഡിന് വലിയൊരു അടിയായിട്ട് മാറുകയാണ്. പിന്നീട് ഷെപ്പേർഡിനെ കാണാൻ വേണ്ടി മാത എന്നൊരു സ്ത്രീയും അതുപോലെ തന്നെ ജർമ്മനിയുടെ അധികാരി കൈസർ വിൽഹോം അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള എരിക്കും കൂടെ വരികയാണ്. എരിക്കും വന്നൊരു കാര്യം പറയാണ്. അതായത് റഷ്യയെ യുദ്ധമുഖത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവരിട്ട പ്ലാൻ അത് വിജയിച്ചു. അതായത് കിങ് ജോർജിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി. പക്ഷേ അമേരിക്കയെ യുദ്ധത്തിൽ നിന്നും തിരിച്ചുവിടാനുള്ള ആ ഒരു പദ്ധതി അത് അത്ര വിജയിച്ചില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഷെപ്പേർഡിന് വീണ്ടും കലിയാളുകയാണ്. ഇയാൾ വാൾപ്പായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ വാളിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു. ആ ഗൺ ഉപയോഗിച്ച് ഇയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഹത്താണ് ഇയാൾ ആ ഒരു ദേഷ്യം തീർത്തത്. അയാൾ അപ്പൊ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് എറിക്കിനോട് പറയാണ്, ഒരാണിനെ കൊണ്ട് പറ്റാത്ത കാര്യം ഒരു പെണ്ണിനെ കൊണ്ട് പറ്റും മാത, ആ ദൗത്യം ചെയ്യേണ്ടത് നീയാണ്. ഒരു കാരണവശാലും അമേരിക്ക യുദ്ധത്തിലേക്ക് വരാൻ പാടില്ല. ശക്തമായിട്ടുള്ള എന്തൊരു പദ്ധതി ഇവർക്കുണ്ട് തോന്നുന്നു. ഷെപ്പേർഡിന്റെ ടീം ഇതുപോലെ ശക്തമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡ്യൂക്കും അവന്റെ ആൾക്കാരും വളരെയധികം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡ്യൂക്ക് മകന്റെ ആ ഒരു നഷ്ടം ഡ്യൂക്കിന് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. 24 മണിക്കൂറും മദ്യപിച്ചുകൊണ്ടിരിക്കുക. പോളി വന്ന് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചീത്ത പറഞ്ഞ് അവളെ പുറത്താക്കുകയാണ്. ഇതേ നേരം തന്നെ ഇംഗ്ലണ്ടിന്റെ അധികാരിയായിട്ടുള്ള കിങ് ജോർജ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ സുഹൃത്തെ, നിന്റെ മകനുണ്ടല്ലോ ഒരു പട്ടാളക്കാരനായിരുന്നു. എന്താണോ അവൻ ചെയ്യേണ്ടത് അവന്റെ ഡ്യൂട്ടി അവൻ കൃത്യമായിട്ട് ചെയ്തു. ഇനി നീയാണ് ജോലി ചെയ്യേണ്ടത്. ഇനിയിപ്പോ ആവശ്യം ഒരു ഹീറോയാണ്. ആ ഹീറോ നീയാണ്. നിനക്ക് പറ്റുവാണെങ്കിൽ ഈ ജോലി ചെയ്തു തീർക്കുന്നു പറഞ്ഞിട്ട് ഈ കിങ് ജോർജ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പോളി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, കള്ളുകുടിയനായ ഇനി നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കും താല്പര്യമില്ല, ഞാൻ പോവാണ്. പെട്ടെന്ന് തന്നെ പോളിയെ നമ്മുടെ ഒരു ഡ്യൂക്ക് വിളിക്കുന്നുണ്ട്. പോളി നിൽക്കവിടെ, എനിക്ക് വേണ്ടി നല്ലൊരു ചായ കൊണ്ടുവന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡ്യൂക്ക് മാറാൻ തീരുമാനിച്ചു എന്ന് പോളിക്ക് മനസ്സിലായി. അധികം വയ്യാതെ വളർന്നു നിൽക്കുന്ന താടിയും എല്ലാം ഷേവ് ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഷോലയുടെയും പോളിയുടെ അടുത്തേക്ക് വരികയാണ്. ഇനി എന്താണ് നമ്മുടെ അടുത്ത പദ്ധതി എന്ന് ചോദിക്കുകയാണ്. അതായത് ഉള്ളിൽ വല്ലാത്തൊരു പകയുണ്ട് ആ ഒരു ഷെപ്പേർഡിനോട്. അവന്റെ അടിവേര് തന്നെ ഇറക്കുമെന്ന ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഡ്യൂക്ക് ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോലയും പോളിയും കൂടെ രഹസ്യമായിട്ടുള്ള മറ്റൊരു വിവരം അവരെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് സീക്രട്ട് ആയിട്ട് ആരോടോ കാര്യമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. മാത്രമല്ല ഈ യുദ്ധത്തിന് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഓരോ മീറ്റിംഗ് അല്ലെങ്കിൽ ഓരോ കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴും അതിൽ നിന്നും പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന എന്തോ ഒരു സീക്രട്ട് അവിടെയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അംബാസിഡറെ ഒന്ന് പോയി കാണണം. അതിനുള്ള അപ്പോയിന്റ്മെന്റും കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ ഇവര് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അംബാസിഡറെ വിളിക്കാനായിട്ട് അവിടുത്തെ ഒരു ലേഡി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഡ്രസ്സും തൊപ്പിയെല്ലാം തൂക്കിയിടുന്ന ആ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ, അവിടെ വെച്ചൊരു ചുവന്ന ഷാള് നമ്മുടെ ഡ്യൂക്ക് കാണുകയാണ്. ഇതേ ചുവന്ന ഷാള് തന്നെ മറ്റൊരാളുടെ കഴുത്തിൽ കൂടെ ഡ്യൂക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഓസ്ട്രിയൻ പ്രിൻസ് ഉണ്ടല്ലോ ഫെർഡിനാൻഡ്, അയാളെ വെടിവെച്ച് കൊന്ന ആ ആളുണ്ടല്ലോ, അയാളുടെ കഴുത്തിലും ഇതുപോലൊരു ചുവന്ന തുണി ഉണ്ടായിരുന്നു. ഇതേ നേരം അംബാസിഡറുടെ ഓഫീസിൽ നിന്നും ഒരു ലേഡി പുറത്തേക്ക് വരുന്നുണ്ട്. ആ ലേഡി മറ്റാരുമല്ല ഷെപ്പേർഡിന്റെ ടീമിലെ അംഗമായിട്ടുള്ള മാതയായിരുന്നു. മാത വന്ന ഉടനെ സാർ അതിന്റെ ഷാളാണ്, അതെനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ഏകദേശം നമ്മുടെ ഡ്യൂക്കിന് കാര്യം മനസ്സിലായി. ഇവളും ഷെപ്പേർഡിന്റെ ടീമിൽപ്പെട്ട ആളാണ്. അല്ല, നിങ്ങളുടെ കയ്യിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു റിംഗ് ഉണ്ടാവാറുണ്ടല്ലോ, അതില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയാണ്, റിംഗ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷേ അതെന്റെ മാലയുടെ ലോക്കറ്റ് ആയിട്ടാണ്. അടുത്ത നിമിഷം തന്നെ ഡ്യൂക്കിനെ കൊല്ലാനായിട്ട് അവള് കത്തിയെടുക്കുകയാണ്. എന്നാൽ ഡ്യൂക്ക് അതേ ഷാള് വെച്ച് എന്നെ മാതയെ
കെട്ടിവെക്കുന്നുണ്ട്. അവൾക്കൊന്നും അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഈ സമയത്ത് അംബാസിഡർ അങ്ങോട്ടേക്ക് വരികയാണ്. അവൾ ചത്തോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയെ തന്നെ ചതിക്കുന്ന പണിയാണ് മാത എടുത്തിരിക്കുന്നത്. പിന്നീട് അംബാസിഡർ എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്ന് ഡ്യൂക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇയാളുമായിട്ട് ഒരു പ്രൈവറ്റ് വീഡിയോ ഈ മാത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ലീക്ക് ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് പ്രസിഡന്റിനെ അവർ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രസിഡന്റ് അതുപോലെ തന്നെ മാത അവരുടെ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോ എങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഇലക്ഷനിൽ ജയിക്കാൻ പറ്റൂല. അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഷെപ്പേർഡ് ഒരു നിർദ്ദേശം മാതയ്ക്ക് കൊടുത്തായിരുന്നല്ലോ, അത് ഇത് തന്നെയാണ്. മാത കരുതി കൂട്ടി തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ ഇതുപോലൊരു ട്രാപ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഏകദേശം കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെപ്പേർഡ് അവൻ എവിടെയാണ് എന്നുള്ളതിന്റെ ഒരു സൂചന ഇപ്പൊ ഡ്യൂക്കിന് കിട്ടുകയാണ്. അതായത് ഇവരുടെ കഴുത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഷാൾ ഉണ്ടല്ലോ, അത് തുന്നാൻ ഉപയോഗിക്കുന്ന ആ ഒരു നൂല് അത് വളരെ സ്പെഷ്യലാണ്. ഈ ഡ്യൂക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാവരും അവരുടെ ഡ്രസ്സ് തയ്ക്കുന്ന കിങ്സ്മാൻ എന്ന ഒരു ടൈലർ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ വെച്ചാണ് അവരുടെ സുഹൃത്തുക്കളെ സീക്രട്ട് ആയിട്ട് കാണാറും സംസാരിക്കാറും. എന്തായാലും അവിടെയുള്ള ആ ഒരു ടൈലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പേർട്ട് ആണ്. അയാൾക്ക് ആ ഒരു തുണി കാണിച്ചു കൊടുത്തപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു രോമം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്, അതേതാണെന്ന് ഡ്യൂക്കിന് ഇപ്പോ ഈ ഒരു ടൈലർ പറഞ്ഞു കൊടുക്കുകയാണ്. അധികം വൈകാതെ നമ്മുടെ ഡ്യൂക്ക് അതുപോലെ തന്നെ ഷോല, പോലി ഇവർ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കുത്തനെ നിൽക്കുന്ന ഒരു മല, അതിന് കാവലായിട്ട് താഴെ ആൾക്കാരുണ്ട്. അതുപോലെ മുകളിലേക്ക് കയറി പോവാൻ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഒരു ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പോളി അതുപോലെ തന്നെ ഷോല താഴെ നിൽക്കും. ഒരു വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂക്ക് ആ ഒരു പർവ്വതത്തിന്റെ മുകളിലൂടെ പറന്ന് ഒരു പാരച്യൂട്ട് ഉപയോഗിച്ച് നേരെ അതിന്റെ മുകളിലേക്ക് എടുത്തു ചാടും. പിന്നീട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഷോലയും അതുപോലെ തന്നെ പോളിയും മുകളിലേക്ക് വരണം. അങ്ങനെ പദ്ധതി അനുസരിച്ച് ഡ്യൂക്ക് ഇപ്പോൾ ഒരു വിമാനം എടുത്തു. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിന്റെ കൺട്രോൾ എല്ലാം ഒരു കയറ് കെട്ടി വെച്ചിട്ട് പാരച്യൂട്ട് ദേഹത്ത് ധരിച്ചുകൊണ്ട് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ആ കെട്ടഴിഞ്ഞു പോയി വിമാനത്തിന്റെ കൺട്രോൾ നഷ്ടമാകുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ അതിന്റെ ചിറകിൽ കുടുങ്ങിപ്പോയ നമ്മുടെ ഡ്യൂക്ക് അതിന്റെ ചിറകെല്ലാം കീറി ഒരു വിധത്തില് പുറത്തേക്ക് ചാടി പാരച്യൂട്ട് ഓണാക്കുകയാണ്. അങ്ങനെ ആ ഒരു മലയുടെ മുകളിലേക്ക് പോയി ഇറങ്ങാൻ നേരം കറക്റ്റായിട്ട് കാല് കുത്താൻ പറ്റിയില്ല. പകരം പാരച്യൂട്ട് പോയിട്ട് സൈഡിൽ ഒരു ഉണങ്ങിയ മരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് തലയിടിച്ച് നമ്മുടെ ഡ്യൂക്കിന് ബോധം വന്നത്. നോക്കുമ്പോ എന്താ മുകളില് തൂങ്ങി നിൽക്കുന്ന ആ ഒരു പഴക്കമുള്ള മരക്കഷ്ണം ഉണ്ടല്ലോ, അത് പൊട്ടി വീഴാൻ നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു പാരച്യൂട്ട് മുറിച്ചു കളഞ്ഞ് അയാൾ ആ ഐസിലൂടെ മുകളിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, കയറാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഈ രണ്ട് പാറകൾക്കിടയിലൂടെ കയറി പോകുന്ന ഒരു ആടിനെ കാണുന്നത്. അതുപോലെ തന്നെ കൈയും കാലും വെച്ച് ഡ്യൂക്കും കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കയറി അവസാനം ഒരു സ്ഥലത്തേക്ക് എത്തി. ചവിട്ടി നോക്കുമ്പോൾ അവിടുത്തെ മഞ്ഞ് അത് മുഴുവനായിട്ട് ഇളകി പോവാണ്. എന്നാൽ ആടുകൾ മുഴുവനും ഈ ചെറിയ ചെരുവില് എങ്ങനെ ഈ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു മഞ്ഞ് ഒരുകിയതും അവിടെയുള്ള ആടുകളുടെ മുകളിൽ ചവിട്ടി ഒറ്റ ചാട്ടാണ്. പിന്നീട് ആ ഒരു കൊക്കയുടെ വാക്കിൽ പോയിട്ട് നമ്മുടെ ഡ്യൂക്ക് ഒരു പിടുത്താണ് കേട്ടോ. അതേ നേരം തന്നെ ഒരാട് വന്നിട്ട് അദ്ദേഹത്തെ കുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ആടിന്റെ ആ ഒരു കൊമ്പിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആട് പിന്നോട്ട് വലിയല്ലോ. അങ്ങനെ മുകളിലേക്ക് ഡ്യൂക്ക് കയറി വരുന്നുണ്ട്. അവസാനം ആ ഒരു ആടിനോട് നന്ദി പറയാണ് കേട്ടോ. പിന്നീട് ഷെപ്പേർഡിന്റെ ആ ഒരു ഫാമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഷെപ്പേർഡ് ഭയങ്കര ദേഷ്യത്തിൽ ആരെയോ നല്ല ഇട്ട് അലക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് അവൻ നമ്മുടെ വഴിക്ക് വരില്ല എന്ന് തോന്നുന്നല്ലേ, ഒരു കാര്യം ചെയ്യും, ആ നെഗറ്റീവ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്തേക്ക്. അവൻ ഇനി അധികാരത്തിൽ വരരുത്, ഒരിക്കലും വരരുത്. ഇനി വരാൻ പോകുന്ന പ്രസിഡന്റ് അത് നമ്മുടെ പാവയായിരിക്കണം. നമ്മൾ എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കുന്ന ഒരു പാവയായിരിക്കണം. പിന്നീട് ആ ആളുടെ കയ്യിൽ നെഗറ്റീവും കൊടുത്ത് അയാൾ പറഞ്ഞേക്കാണ്. എന്നാൽ ഇതേ നേരം തന്നെ താഴേക്ക് അയാൾ പോകാൻ ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ഡ്യൂക്ക് വേഗം തന്നെ ചാടി കയറുകയാണ്. അതായത് ഇപ്പൊ താഴോട്ട് പോയ ആ ആള് പിടിക്കാനായിട്ട്. എന്നാൽ ഡ്യൂക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലിഫ്റ്റ് ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഘടാഘടിയനായിട്ടുള്ള രാക്ഷസ മനുഷ്യൻ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. രാക്ഷസൻ എന്ന് പറഞ്ഞത് അയാളുടെ ആ ഒരു വലുപ്പം കൊണ്ടാണ് കേട്ടോ. ഈ മനുഷ്യന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഡ്യൂക്കിന് പറ്റുന്നില്ല. ഡ്യൂക്കിന് എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ താഴെ ഈ ലിഫ്റ്റിന്റെ അടിഭാഗത്തായിട്ട് കാവൽ നിൽക്കുന്ന ആൾക്കാരെ ഷോല അതുപോലെ തന്നെ പോളി രണ്ടുപേര് ചേർന്നിട്ട് അതുപോലെ തന്നെ ഡ്യൂക്കിന് അയാളോട് മുട്ടി നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഡ്യൂക്കിന് അടുത്ത് ഒരേറ്റ ഏറിയാണ്, താഴേക്ക് വീണ് പോവാണ് ഡ്യൂക്ക്. ഇപ്പൊ ആ ഒരു ഘടാഘടിയ മനുഷ്യൻ വിചാരിക്കുകയാണ് ഡ്യൂക്ക് ചത്തുപോയിന്ന്. പക്ഷെ ഡ്യൂക്ക് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ആ ഒരു മരപ്പലകയിൽ തൂങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ഈ കാര്യം ഷോലയും പോളിയും കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഷോലയോട് ഓടി മുകളിലേക്ക് കയറാൻ വേണ്ടി പോളി പറയുന്നുണ്ട്. അതിന്റെ ഒരു ടെക്നിക്കും ഇവർ കാണുകയാണ്. ഒരു വലിയ കയറ്, അതിന്റെ ഒരു ഭാഗത്ത് വലിയൊരു കല്ല്. അപ്പൊ ആ ഒരു കല്ല് വെട്ടിവെച്ച് പൊട്ടിച്ച് കളയാണെങ്കിൽ കയറ് മുകളിലേക്ക് വളരെ വേഗത്തിൽ പോകും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഷോല ഓടിച്ചെന്ന് ആ ഒരു കയറിൽ പിടിക്കണം. അപ്പൊ തന്നെ പോളി എന്താക്കി ആ ഒരു കയറ് വെടിവെച്ച് പൊട്ടിച്ചു. വളരെ വേഗത്തിൽ ഷോല മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ മറുഭാഗത്തുണ്ടായിരുന്ന നെഗറ്റീവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വീഴ്ത്താൻ പോയ ആളുണ്ടല്ലോ, അയാൾ നേരെ താഴേക്ക് വന്ന് നിലം പൊത്തി വീഴാണ്. അയാൾ സ്പോട്ടിൽ മരിച്ചു. അതുപോലെ തന്നെ മുകളിലേക്ക് നല്ല വേഗത്തിൽ വന്ന നമ്മുടെ ഷോലയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കത്തി ഉണ്ടല്ലോ, അത് വെച്ച് ഈ രാക്ഷസന്റെ തലയിലേക്ക് ഒരേറ്റ വീശാണ്. ഈ സിനിമയിൽ ഏറ്റവും അടിപൊളി സീൻ ഏതാ ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും. ആ ഒരു വീശലുണ്ടല്ലോ, ഈ ഘടാഘടിയ മനുഷ്യന്റെ തല രണ്ടായി കീറിപ്പോവാണ്. ഇതിനുശേഷം ഡ്യൂക്ക് അതുപോലെ തന്നെ ഷോല രണ്ടുപേരും ആ ഒരു വാതിൽ തുറന്ന് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഷെപ്പേർഡിന്റെ ആൾക്കാരെ നേരിടുകയാണ്. ഒരെണ്ണത്തിനെ പോലും ബാക്കി വെച്ചില്ല കേട്ടോ. എല്ലാത്തിനെയും വെടിവെച്ച് മറുത്തും കൊന്നുകളയാണ്. ഇതിനുശേഷം ഷെപ്പേർഡിനെ കാണാനായിട്ട് അയാളുടെ ഫാമിലിക്ക് പോവാണ്. എന്നാൽ ഷെപ്പേർഡ് നേരത്തെ മനസ്സിലാക്കി ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ആ വന്ന ആൾ ആരാണെന്നും ഈ ഷെപ്പേർഡിന് മനസ്സിലായി. ഡ്യൂക്ക്, ഓക്സ്ഫോർഡ് ഫാമിലിയിലെ ഡ്യൂക്ക്. എന്തായാലും അവന്റെ ആ ഒരു വരവിനെ ഷെപ്പേർഡ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല
തീരുന്നില്ല കേട്ടോ. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുള്ളറ്റ് തീർന്ന സമയത്ത് നമുക്കൊരു നേരിട്ടൊരു അംഗമായാലോ എന്ന് ചോദിക്കുകയാണ് ഈ ഷെപ്പേർഡ്. അങ്ങനെ ആ ഷെപ്പേർഡ് ഇരുട്ടിൽ നിന്നും മുന്നോട്ടേക്ക് വരികയാണ്. ആ ആളുടെ മുഖം കണ്ട് ഡ്യൂക്ക് ആകെ ഞെട്ടിപ്പോവാണ്. ക്യാപ്റ്റൻ മോർട്ടൻ, അതായത് ഡ്യൂക്കിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള കിച്ചനർ ഉണ്ടല്ലോ, ജനറൽ കിച്ചനർ, അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള മോർട്ടൻ. എന്നാൽ ഈ ഒരു ഷെപ്പേർഡിന് മുടിയൊന്നുമില്ലല്ലോ, മൊട്ടയല്ലേ. പല തവണയായിട്ട് ഷെപ്പേർഡിനെ കാണുമ്പോൾ മൊട്ടയായിട്ടല്ലേ തോന്നിയത്. സത്യം പറഞ്ഞാൽ മോർട്ടൻ അവൻ മുടിയൊന്നും വെച്ചിട്ടില്ല. അവന്റെ തലയിൽ എപ്പോഴും വിഗ് തന്നെയാണ് ഉണ്ടാവാറ്. അന്ന് കിച്ചനർ പോയ ആ ഒരു കപ്പലുണ്ടല്ലോ, ആ കപ്പലിനെ മിസൈൽ വിട്ട് പൊളിച്ചതും ഇതേ മോർട്ടൻ തന്നെയാണ്. അതായത് കിച്ചനറിന് വേണ്ടി എന്തോ ഒരു ഫയൽ കൊടുത്തതിന് ശേഷം ആ കപ്പലിൽ നിന്ന് ചാടി കുറച്ചപ്പുറത്തുണ്ടായിരുന്ന മുങ്ങിക്കപ്പലിലേക്ക് ഈ മോർട്ടൻ ചെന്ന് കയറി. എന്നിട്ട് അവൻ തന്നെയാണ് കിച്ചനറുള്ള ആ ഒരു കപ്പലിനെ വെടിവെച്ച് തകർത്തത്. അതായത് കിച്ചനർ റഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ പദ്ധതിയൊന്നും നടക്കില്ല. എന്നാൽ ആക്ച്വലി എന്തിനാണ് മോർട്ടൻ ഇതുപോലെ ഷെപ്പേർഡായി മാറിയത്? യൂറോപ്പിനെ മുഴുവനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച് അവരെ മുഴുവനും ഇല്ലാതാക്കാൻ നോക്കിയത് അതിനൊരു വലിയ കാരണമുണ്ട്. വർഷങ്ങളായിട്ട് 700 വർഷങ്ങളോളം ലോകം അടക്കി വാണ ബ്രിട്ടീഷ് സാമ്രാജ്യം അവരുണ്ടല്ലോ, ഓസ്ട്രിയ എന്ന രാജ്യത്ത് 700 വർഷക്കാലത്തോളം ഇതുപോലെ അവരുടെ കോളനിയാക്കി മാറ്റി അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി. അതുകൊണ്ട് തന്നെ ഒരു ഓസ്ട്രിയക്കാരനായിട്ടുള്ള മോർട്ടന് ഈ വംശത്തെ അല്ലെങ്കിൽ ഈ ഒരു രാജകുടുംബത്തെ തന്നെ ഇല്ലാതാക്കണം എന്നുള്ളൊരു പ്ലാൻ മനസ്സിലേക്ക് വന്നു. ആ രാജകുടുംബത്തിനോടുള്ള അടങ്ങാത്ത വെറുപ്പ് ഈ രാജ്യങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് യുദ്ധം നടത്തി എല്ലാത്തിനെയും തകർത്ത് അതിനുശേഷം മറ്റൊരു ലോകക്രമം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഷെപ്പേർഡിന്റെ ഉദ്ദേശം. എന്നാൽ ഒരു പരിധി വരെ അതിനെ നമ്മുടെ ഡ്യൂക്ക് തടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഡ്യൂക്കും ഷെപ്പേർഡും തമ്മിൽ അവസാനം ഒരു ഫൈറ്റ് വരെ നടക്കുന്നുണ്ട് കേട്ടോ. അതിനൊടുവിൽ ഷെപ്പേർഡിനെ ഡ്യൂക്ക് തോൽപ്പിക്കുകയാണ്. എന്നിരുന്നാലും ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെയോ ഡ്യൂക്കിന്റെ കഴുത്തിൽ ഷെപ്പേർഡ് കത്തിവെച്ച് ഡ്യൂക്കിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റക്കൊമ്പനായിട്ടുള്ള ഒരു ആട് വന്നിട്ട് ഈ ഷെപ്പേർഡിന്റെ കാലിനിട്ട് ഒരേറ്റ കുത്തലാണ് കേട്ടോ. അതിന്റെ മറ്റേ കൊമ്പ് വെട്ടിമുറിച്ചത് മറ്റാരുമല്ല, ഈ ഷെപ്പേർഡ് തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ പക കൊണ്ടായിരിക്കണം ആട് അങ്ങനെ ചെയ്തത്. പക എന്ന് പറയുന്നത് മനുഷ്യർമാർക്ക് മാത്രമല്ല, അത് മൃഗങ്ങൾക്കും ഉണ്ടാവും. ഈ അവസരം മുതലാക്കി ഡ്യൂക്ക് ചാടി എഴുന്നേൽക്കാണ്. അവനെ തൂക്കിയെടുത്ത് കൊക്കയിലേക്ക് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആ ഒരു ന്യൂഡ് വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു നെഗറ്റീവായിട്ട് പോകുന്ന ആള് നിലത്ത് വീണ് ചത്തു കിടക്കുന്നുണ്ടല്ലോ, അയാളുടെ ആ ഒരു കയ്യിൽ നിന്നും പോളി ആ നെഗറ്റീവ് കയ്യിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിന് അത് അയച്ചു കൊടുക്കുകയാണ്. സാധനം കണ്ടപ്പോ തന്നെ പ്രസിഡന്റിന് ഒരു ആശ്വാസം വന്നു കേട്ടോ. അത് അപ്പൊ തന്നെ തീയിലിട്ട് കത്തിച്ചു കളയാണ്. അടുത്ത നിമിഷം തന്നെ യുദ്ധത്തിനുള്ള ഓർഡർ കൊടുക്കുകയാണ്. അമേരിക്ക യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാലേ ഇത് തീരുള്ളൂ. അങ്ങനെ ആ യുദ്ധം അവസാനിക്കുകയാണ്. പിന്നീട് സിനിമയുടെ അവസാനം ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡ്യൂക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് വളരെയധികം സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്പൈ ഏജൻസി തുടങ്ങുകയാണ്. അതിന്റെ പേരാണ് കിങ്സ്മാൻ. എന്തിനാണ് ഇങ്ങനെ ഒരു രഹസ്യ സംഘടന എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെയും കീഴിലല്ല, ആരുടെയും അധീനത്തിലല്ല, ലോകത്തിൽ ഇതുപോലെ വലിയ എന്തെങ്കിലും പ്രശ്നം വരാനിരിക്കുകയാണെങ്കിൽ അതിനെ തടുക്കാനായിട്ട് ഒരു രഹസ്യ സംഘടന. ആ സംഘടനയിൽ പ്രധാന ആളായിട്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് ഉണ്ട്, ഷോലയുണ്ട്, പോളിയുണ്ട്, പിന്നെ ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ടുള്ള ജോർജ് ഉണ്ട്. അതുപോലെ തന്നെ കോർനാഡ് അവന്റെ ഒരു സുഹൃത്തിനെ സ്വാപ്പ് ചെയ്ത് യുദ്ധത്തിന് പോയില്ലേ, ലാൻസ് കോർപ്പറൽ, അദ്ദേഹത്തെയും ഈ ഒരു ടീമിൽ ചേർക്കുകയാണ്. അങ്ങനെ കിങ്സ്മാൻ എന്ന ആ ഒരു സംഘടന രൂപം കൊണ്ടു. അതുപോലെ തന്നെ യുദ്ധ കൊതിയനായിട്ടുള്ള ജർമ്മൻ നേതാവായിട്ടുള്ള കൈസറിനെ അവർ കീഴ്പ്പെടുത്തി കേട്ടോ. ഷെപ്പേർഡിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല. ഈ ലോകക്രമത്തെ മാറ്റാനായിട്ട് വീണ്ടും ഓരോ ഗൂഢാലോചനകൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് റഷ്യൻ അധികാരത്തിൽ നിന്നും ഒഴിവായ കിങ് ജോർജ് അദ്ദേഹത്തിന്റെ ഫാമിലിയെ മുഴുവനായിട്ടും രഹസ്യമായ ആരും ഒരാൾ വന്നിട്ട് കൊന്നുകളയാണ്, വെട്ടിവെച്ച് കൊന്നുകളയാണ്. അതുപോലെ കൈസറിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള എറിക്, അതുപോലെ തന്നെ റഷ്യയുടെ ഇപ്പോഴത്തെ അധികാരിയായിട്ടുള്ള ലെനിൻ, ഇവരെല്ലാം ചേർന്ന് പുതിയൊരു ചെറുപ്പക്കാരനെ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. മറ്റാരുമല്ല, ആ ചെറുപ്പക്കാരന്റെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ഇനി 2-ാം ലോക മഹായുദ്ധം അത് ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. യഥാർത്ഥ ചരിത്രത്തെ വെച്ചുകൊണ്ട് അതിൽ കുറച്ചധികം ഫാന്റസി ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.